അസാഠ്യ പാഠ്യേതര രംഗത്തെ മികവിൽ ഇന്ത്യയിലെ 3000-ലധികം സ്കൂളുകളോടൊപ്പം പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത പവേർഡ് ബൈ ലീഡ് സ്കൂൾ മുംബൈ. അഡ്മിഷൻസ് ഓപ്പൺ ഫോർ പ്ലേ ക്ലാസ് ടു ഗ്രേഡ് 11. ഭാവിയെ വിജയത്തിലേക്ക് നയിക്കുന്ന പഠനം. മൃതദേഹവുമായി പോയ ആംബുലൻസും കാറും കൂട്ടിയിടിച്ചു. സംഭവത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. തിരുവനന്തപുരം പേയാട് സ്വദേശി 58-കാരൻ മാർട്ടിന്റെ മൃതദേഹം എറണാകുളത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് സംസ്കാരത്തിനായി കൊണ്ടുപോകുകയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. ആംബുലൻസ് ഡ്രൈവർ എറണാകുളം സ്വദേശി സച്ചു, അന്തരിച്ച മാർട്ടിന്റെ ബന്ധു ജാസ്മിൻ, കാർ ഡ്രൈവർ അടൂർ മൂന്നാളം സ്വദേശി അമൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ അടൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച 11:50 അടൂർ ബൈപ്പാസിൽ അൽത്തമാറിന് സമീപമായിരുന്നു അപകടം. എറണാകുളം ഭാഗത്തു നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുകയായിരുന്നു ആംബുലൻസും ഏനാത്ത് ഭാഗത്തു നിന്നും ഹൈസ്കൂൾ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. അപകടമുണ്ടാക്കിയ കാർ പിറകിൽ വന്ന മറ്റൊരു കാറിലിടിച്ചാണ് നിന്നത്. ആംബുലൻസ് റോഡരികിലെ വഴിവിളക്ക് സ്ഥാപിച്ച തൂണിലും ഇടിച്ചു നിന്നു. അപകടമുണ്ടാക്കിയ കാറിന് മുൻപിൽ പോയ കാർ വേഗത കുറച്ചപ്പോൾ അതിനെ മറികടക്കാൻ ശ്രമിച്ചതാണ് അപകട കാരണം. കാർ അമിത വേഗതയിൽ ആയിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മാർട്ടിൻ വെള്ളിയാഴ്ചയാണ് മരിച്ചത്. തുടർന്ന് മൃതദേഹം ശനിയാഴ്ച വൈകിട്ട് 3-ന് തിരുവനന്തപുരം പേയാട് ഭാഗത്തെ പള്ളിയിൽ സംസ്കരിക്കുന്നതിനായി കൊണ്ടുപോകുകയായിരുന്നു. പരേതന്റെ മറ്റു ബന്ധുക്കൾ മറ്റൊരു വാഹനത്തിൽ ആംബുലൻസിന് പിറകിൽ വരുന്നുണ്ടായിരുന്നു. അപകടത്തെ തുടർന്ന് ആംബുലൻസിൽ മൃതദേഹം സൂക്ഷിച്ചിരുന്ന മൊബൈൽ മോർച്ചറിക്ക് കേടുപാടുകൾ സംഭവിച്ചു. തുടർന്ന് അടൂരിൽ നിന്നും മറ്റൊരു ആംബുലൻസ് വരുത്തി അതിലെ മൊബൈൽ മോർച്ചറിയിൽ 1 മണിയോടെ മൃതദേഹം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ, അടൂർ.